തോട് കഴിഞ്ഞ് നടക്കുമ്പോൾ ദർശൻ ബൈക്ക് കൊണ്ട് നിർത്തി. ദേവു പെട്ടെന്ന് നിന്നു. ഇന്നാ അവൻ ബൈക്കിൽ കൊണ്ടുവന്ന ബാഗ് അവനെ ഏൽപ്പിച്ചു. നന്ദന ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താ ഏട്ടാ ഇത്? ദേവു ചോദിച്ചു. നിന്റെ ഡ്രസ്സും മറ്റ് സാധനങ്ങളും അവിടെ ഇതൊന്നും ഉണ്ടാവില്ല, ദർശൻ ഗൗരവത്തോടെ പറഞ്ഞിട്ട് നന്ദനെ നോക്കി. നന്ദൻ അത് മൈൻഡ് ചെയ്യാതെ നടന്നു. ദേവു മിണ്ടാതെ അത് വാങ്ങി. നന്ദൻ അപ്പോഴേക്കും പാലം കടന്നിരുന്നു. നന്ദൻ വേലി മാറ്റി വെച്ച് ഉമ്മറത്തേക്ക് കയറി. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ദേവു ഒന്ന് സംശയിച്ച് മുറ്റത്ത് നിന്നു. മുറ്റത്ത് കൂടി കിടക്കുന്ന കരിയലുകൾ കണ്ടതും ദേവു മുഖം ചുളിച്ചു. അകത്തേക്ക് പോയ ആളെ കാണാതായപ്പോൾ ദേവു തന്നെ അകത്തേക്ക് കയറി. ഉമ്മറം കഴിഞ്ഞ് ഹാളിലേക്കാണ് പോയത്. ഹാളിൽ ഇടതുഭാഗത്ത് 2 മുറിയുണ്ട്, വലതുഭാഗത്ത് അടുക്കളയും. ഒറ്റ നോട്ടത്തിൽ ദേവു വീടൊന്ന് മനസ്സിലാക്കി വെച്ചു. ഹാളിൽ നിന്ന് ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന മുറിയിൽ നന്ദൻ കിടക്കുന്നുണ്ട്, കൈകൊണ്ട് മുഖം മറച്ച്. ദേവു എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. നന്ദൻ എഴുന്നേൽക്കാതായപ്പോൾ ദേവു അടുത്ത മുറിയിലേക്ക് കടന്നു. വീട് മുഴുവൻ പൊടിയാണ്. നന്ദൻ കിടക്കുന്ന മുറിയിലുമുണ്ട്. ഇവിടെ ഇങ്ങനെ എങ്ങനെ ജീവിക്കുന്നു ആവോ? ദേവു മൂക്ക് തുടച്ചു. ദേവു പോയ മുറിയിലും നിറയെ പൊടി തന്നെ. ചെറിയൊരു ഇരുമ്പ് കട്ടിലാണ്, അതിലൊരു തുണി പോലുമില്ല. ദേവു ബാഗ് കട്ടിലേക്ക് വെച്ചു. കട്ടിലിരുന്നു. ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നന്ദന്റെ വീട്, അവിടെ നന്ദേട്ടന്റെ ഭാര്യയായി താൻ. ദേവു ചുറ്റും നോക്കി. നല്ല പൊടിയാണ്. എല്ലാം തോത്തു തുടയ്ക്കുമ്പോഴേക്കും നടുവൊടിയും. ദേവു ഡോർ ചാരി വേഗം ഡ്രസ്സ് മാറി. ബാഗിൽ നിന്നൊരു സാധാ ചുരിദാർ എടുത്ത് ധരിച്ചു. ഒരു തോർത്തും എടുത്തു. സമയം 12 കഴിഞ്ഞു. ഉച്ചവെയിലിന്റെ ചൂട് വീടിനുള്ളിലേക്ക് അടിക്കുന്നുണ്ട്. ദേവു ചൂല് എല്ലായിടത്തും നോക്കി. വെറുതെയല്ല, ആ സാധനം ഇല്ലാത്തത് കൊണ്ടാ വീടിങ്ങനെ കിടക്കുന്നേ. ദേവു പ്രാഗി. അടുക്കളയിൽ സ്ലാബിന് താഴെ ചൂല് കണ്ടതും ദേവു വേഗം എടുത്തു. അപ്പോഴാണ് അടുക്കള ശ്രദ്ധിക്കുന്നത്. ഒരു കുടം മൂടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ഗ്ലാസും പിന്നെ ഒരു പ്ലേറ്റാണ്. ദേവു ആദ്യം ഓരോ മുറിയും മാറാലടിച്ച് നിലം തൂത്തുവാരി. വീട് മൊത്തം തൂത്തുവാരിയ ശേഷം തുടച്ച് വൃത്തിയാക്കിയിട്ടു. വീട്ടിലുള്ള ഓരോ വസ്തുവും തുടച്ചു വെച്ചു. മേശയും കസേരയുമൊക്കെ കഴുകി വെക്കേണ്ടി വന്നു. ദേവു മുറിയിലെ ഇരുമ്പ് കട്ടിലും തുണി നനച്ച് തുടച്ചു വെച്ചു. അപ്പോഴേക്കും സമയം 4 കഴിഞ്ഞിരുന്നു. നന്ദൻ ഇതൊന്നും അറിയാതെ മുറിയിൽ സുഖമായ ഉറക്കത്തിലാണ്. വയ്യാതെ ആയപ്പോൾ നന്ദനെ വിളിക്കണമെന്ന് തോന്നിയെങ്കിലും മനസ്സിൽ പ്രണയം അനുവദിച്ചില്ല. ഒന്ന് പോയി നോക്കി. കണ്ണിന് മുകളിൽ കൈവച്ച് തന്നെയുള്ള കിടപ്പാണ്. ദേവു പ്രണയത്തോടെ ഒന്ന് നോക്കി നിന്നുപോയി. കാലിന് മേലെ കാൽ കയറ്റി വെച്ചാണ് കിടക്കുന്നത്. വെളുത്ത നീളമുള്ള കാൽ വിരലുകൾ പ്രത്യേകതയാണ്. കയ്യിലെ തെളിഞ്ഞു കാണുന്ന നീല ഞരമ്പുകൾ. നോക്കി നിന്നാൽ അങ്ങനെ തന്നെ നിന്നുപോവും. അതുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. മുറ്റം കൂടി തൂത്തുവാരി ചപ്പു ചവറുകൾക്ക് തീയിട്ടു. അപ്പോഴേക്കും ദേവു തളർന്നിരുന്നു. നന്ദനെ വിളിക്കാൻ പോകുമ്പോൾ ഹൃദയം ക്രമാതീതമായി ഇടിക്കാൻ തുടങ്ങി. കൈ അവന്റെ തോളിൽ സ്പർശിക്കുന്ന നിമിഷം ദേവുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ദേ ദേ. നന്ദനെ 2 തവണ കുലുക്കിയപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. എന്താ? പെട്ടെന്ന് ഞെട്ടലോടെ അവൻ എഴുന്നേറ്റിരുന്നു. എനിക്ക് വിശക്കുന്നു, ദേവു പറഞ്ഞു. ദേവുവിനെ കണ്ടപ്പോഴാണ് രാവിലെ തന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഓർക്കുന്നത്. നന്ദൻ പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി. മനുഷ്യനെ ഒന്ന് കിടക്കാനും സമ്മതിക്കില്ലേ? നന്ദൻ പറഞ്ഞു. എനിക്ക് വിശക്കുന്നു. അതിന് നന്ദൻ എഴുന്നേറ്റ് നിന്നു. ദേവു ഒരു അകലം ഇട്ടു നിന്നു. എനിക്ക് ഫുഡ് വേണം. എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയാൽ ഇവിടെ ഒരു തേങ്ങയുമില്ല, ദേവു ദേഷ്യത്തിൽ പറഞ്ഞു. അതിന് ഞാനെന്ത് വേണം? നന്ദൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവനൊരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. വീട് മുഴുവൻ നല്ല വൃത്തിയായിട്ടുണ്ട്. നന്ദന്റെ കണ്ണു തള്ളി. അവനൊന്ന് തിരിഞ്ഞ് അവളെ നോക്കി. വിയർത്ത് കുളിച്ചാണ് നിൽപ്പ്. നിങ്ങളല്ലേ ഞാൻ ചാവാൻ പോയപ്പോൾ പിടിച്ചു കൊടുത്തത്, എന്നെ വിവാഹം കഴിച്ചത്. അപ്പോൾ എന്നെ നോക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. ദേവുവിന്റെ കണ്ണുകളിൽ അത്രയും നേരം ജോലി ചെയ്തതിന്റെ ദേഷ്യം കാണുന്നുണ്ട്. നന്ദൻ കൂസാതെ അവളെ നോക്കി. നോക്കിയില്ലെങ്കിലോ? എല്ലാത്തിനും നിങ്ങളാണ് കാരണമെന്ന് എഴുതി വെച്ച് ഞാനങ്ങ് ആത്മഹത്യ ചെയ്യും, അതന്നെ. ഏ? നന്ദൻ നടുക്കത്തോടെ അവളെ നോക്കി. ഞാനെന്ത് ചെയ്തെന്നാ? എന്നെ രക്ഷിച്ച് ആ പ്രാന്തന് കെട്ടിക്കാൻ നോക്കി. അത് നടക്കാതായപ്പോൾ എന്നെ വിവാഹം ചെയ്തില്ലേ? അല്ലേൽ വേണ്ട, ആ പോലീസിനെ തന്നെ വിളിക്കായിരിക്കും നല്ലത്. ദേവു മുറിയിലേക്ക് ഫോൺ എടുക്കാൻ പോയതും നന്ദനും പുറകെ പോയി. ഏയ് കൊച്ചേ. നന്ദൻ വേഗം ഫോൺ പിടിച്ചു വാങ്ങി. ദേവു കിതപ്പോടെ അവനെ നോക്കി. ഫുഡല്ലേ, വാങ്ങിയിട്ട് വരാം. അതുമാത്രം പോരാ, ദേവു പറഞ്ഞു. പിന്നെ? നന്ദൻ നെറ്റി ചൊളിച്ചു. രാത്രിയിലേക്കുള്ള ഫുഡ് കൂടി വാങ്ങണം. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? ദേവു ചോദിച്ചു. എന്നാൽ നാളെ നമുക്ക് ടൗണിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങണം, ദേവു പറഞ്ഞു. എന്ത്? എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. നന്ദൻ പോക്കറ്റ് പൊത്തിപ്പിടിച്ച് പുറകോട്ട് നീങ്ങി. ദേവു കയ്യിൽ നിന്ന് ഒരു വള ഊരി നീട്ടി. ഇതെന്തിനാ? പണയം വെക്ക്. ഏയ് വേണ്ട, ഞാൻ ഒപ്പിക്കാം. അത് കയ്യിലിട്. നന്ദൻ അകത്തേക്ക് കയറി അലമാരി തുറന്നു. അലമാര തുറക്കുന്ന ശബ്ദം അങ്ങ് കവല വരെ കേൾക്കാം.
നന്ദൻ ഷർട്ടും കൊണ്ടും മാറി വരുമ്പോൾ സുനി ഉമ്മർത്ത് നിൽപ്പുണ്ട്. നീ എപ്പോ വന്നു? നന്ദൻ നെറ്റി ചുളിച്ചു. ദാ ഇപ്പോൾ എത്തിയേ ഉള്ളൂ. ഭാര്യ എവിടെ? സുനിയൊന്ന് ആക്കി പറഞ്ഞു. ഉള്ളിലുണ്ട്. സുനിയെ ഒന്ന് കലിപ്പിൽ നോക്കി. അപ്പോഴേക്കും ദേവു ഇറങ്ങി വന്നിരുന്നു. വിയർത്ത് കുളിച്ചു വരുന്നവളെ കണ്ടതും സുനി ആക്കി ചിരിച്ച് തല താഴ്ത്തി. ഏട്ടൻ എന്താ വിളിച്ചിട്ട് എടുക്കാഞ്ഞ്? ഞാൻ ഉറങ്ങിപ്പോയി, നന്ദൻ പറഞ്ഞു. സുനിയുടെ മുഖത്ത് വീണ്ടും ചിരി. നന്ദൻ ദേവുവിനെ തിരിഞ്ഞു നോക്കി. അകത്തേക്ക് പോയിക്കൊള്ളാൻ കണ്ണുകൊണ്ട് കാണിച്ചു. നീ വന്നേ, നമുക്ക് കവല വരെ പോവണം. സുനിയെ പിടിച്ച് ബൈക്കിൽ കയറ്റി നന്ദൻ ബൈക്ക് സ്റ്റാർട്ടാക്കി. ദേവു ആ സമയം കുളിക്കാൻ കയറി. വീട്ടിലെ പോലെ ഷവറൊന്നുമില്ല. ബാത്റൂം കണ്ടതും ബോധം പോയിരുന്നു. അലക്കാനുള്ള തുണികൾ മുഴുവൻ കൂട്ടിയിട്ട് അവിടെ നിറയെ കൊതുകും. ബാത്റൂമിലെ മാറാലയും ചളിയും. അവൻ്റെ തുണിയൊക്കെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ബാത്റൂം നന്നായി കഴുകി. അതിനുശേഷമാണ് കുളിച്ചത്. സമയം 6 കഴിഞ്ഞു. ദേവു കുളിച്ചിറങ്ങിയപ്പോൾ നന്ദൻ എത്തിയിരുന്നു. അവൻ വാങ്ങിക്കൊടുത്ത ചായയും മസാല ബോണ്ടിയും ഒരുമിച്ച് അകത്താക്കി. പിന്നെ ബജ്ജി. എല്ലാം കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. നന്ദൻ മുറിയിൽ വന്ന് ലൈറ്റിട്ട് നോക്കി. വിരിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പകരം നല്ല വിരി വിരിച്ചിട്ടുണ്ട്. ദൈവമേ, ഇവളിനി ഫസ്റ്റ് നൈറ്റിനുള്ള പുറപ്പാടാണാവോ? നന്ദൻ തോർത്തെടുത്ത് ബാത്റൂമിൽ കയറിയപ്പോൾ പകച്ചു പോയിരുന്നു. എൻ്റെ പാത്രം ഇത്ര ഭംഗിയുണ്ടായിരുന്നു. നന്ദൻ കുളി കഴിഞ്ഞു വരുമ്പോൾ ദേവ് ഫോണും ബുക്കും പേനയും കൈപിടിച്ച് ഇരിക്കുന്നുണ്ട്. അവൻ മുറിയിൽ കയറി മുണ്ടുമാറി തിരികെ വന്നപ്പോൾ ദേവ് അവന് നേരെ പേപ്പർ നീട്ടി. എന്താ ഇത്? നന്ദൻ നാളെ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ദേവ് പറഞ്ഞു. നന്ദൻ അത് കൈപിടിച്ച് ഒന്ന് നിശ്വസിച്ചു. കുട്ടി, നീ ഇവിടെ തന്നെ കഴിയാനാണോ? ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. നിന്റെ അച്ഛനോട് സത്യങ്ങൾ പറയാം, നന്ദൻ പറഞ്ഞു. എന്ത്? എല്ലാം നുണ ആയിരുന്നുവെന്ന്? വേണ്ട, എനിക്കിനി അവരെ കാണണ്ട, ദേവ് വാശിയോടെ പറഞ്ഞു. കൊച്ചേ, ഇപ്പോഴത്തെ വാശിക്ക് അങ്ങനെയൊക്കെ തോന്നും. നല്ല സൗകര്യത്തിൽ ജീവിച്ച കുട്ടിയല്ലേ നീ. ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ താലി കെട്ടുന്നതിന് മുമ്പ് പറയണ്ടേ, ദേവു പറഞ്ഞു. ശരിയാ, ഒക്കെ എൻ്റെ തെറ്റാ. കുളത്തിൽ പൊക്കോട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു. എവിടെയോ കിടന്നതിനെ എടുത്ത് തോളിൽ വെച്ച പോലെയായി. നന്ദൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നോക്കിയതും ദേവു കരഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത്. അത് കണ്ടപ്പോൾ നന്ദന്റെ നെഞ്ചൊന്ന് കലങ്ങി. ദേവു കരച്ചിലൂടെ മുറിയിൽ പോയി ഡോറടച്ചു. നന്ദൻ വിളിക്കണമെന്ന് കരുതിയെങ്കിലും വിളിച്ചില്ല. അങ്ങനെയെങ്കിലും അവളുടെ വീട്ടുകാരെ വിളിക്കട്ടെ, തിരികെ പോവട്ടെ എന്നവൻ കരുതി. ദേവു കണ്ണീരോടെ ബെഡിലേക്ക് വീണു. നന്ദനും അങ്ങനെ ബെഡിൽ കിടന്നു. എപ്പോഴോ കണ്ണുകൾ അടഞ്ഞുപോയി. രാത്രിയിൽ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് നീതു എഴുന്നേറ്റത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ദേവുവാണ്. നീതു ഉറങ്ങുന്ന അമ്മയൊന്ന് നോക്കി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. എന്താടി? നീതു ചോദിച്ചു. ദേവു ഒറ്റ കരച്ചിലായിരുന്നു. നീതു ഞെട്ടി. കുറെ ചോദിച്ചപ്പോൾ അവൾ ഏങ്ങലടിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനാണോ നീ ഇങ്ങനെ കരയുന്നേ? ഇതൊക്കെ പ്രതീക്ഷിച്ചല്ലേ നീ അങ്ങോട്ട് പോയത്? പിന്നെന്താ? എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദേവു കരച്ചിൽ അടക്കി പിടിച്ചു. ഓ, നിനക്ക് വിഷമമായോ? ശരി, നീ വിഷമിക്കാതെ കിടന്നു. നാളെ എല്ലാം ശരിയാവും. ശരിയാക്കാം ഞാൻ, നീതു ഉറപ്പോടെ പറഞ്ഞപ്പോൾ ദേവു ആശ്വാസത്തോടെ കിടന്നു. രാവിലെ ഫോണിൻ്റെ വൈബ്രേഷൻ കേട്ടാണ് നന്ദൻ എഴുന്നേറ്റത്. പരിചയമില്ലാത്ത നമ്പറായതുകൊണ്ട് നന്ദൻ എടുക്കാതെ അങ്ങനെ തന്നെ വെച്ചു. പിന്നെയും വിളിക്കുന്ന കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റ് അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? നന്ദൻ ചോദിച്ചു. ഞാൻ ടൗൺ SI. ഇന്നലെ കണ്ടില്ലേ? ഗാംഭീര്യമായ ശബ്ദം കേട്ടതും നന്ദൻ കണ്ണു തുറന്നു. ആ, മനസ്സിലായി സാർ. ആ കൊച്ചിൻ്റെ അച്ഛൻ അറിഞ്ഞത്ര ശരിയല്ല. നിങ്ങൾ രണ്ടാളും ഒന്ന് സൂക്ഷിച്ചോ. എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നുകയാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ശരി സാർ. നന്ദൻ ഫോൺ കട്ടാക്കി മുഖം തുടച്ചു. വേഗം തൊട്ട മുറിയിലേക്ക് പോയി നോക്കി. ബെഡ് ശൂന്യമായിരുന്നു. ദൈവമേ, ഇവളിത് എവിടെ പോയി? നന്ദൻ തലചൊറിഞ്ഞു. ഇടയ്ക്ക് ദേവു തലേ ദിവസം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത് അവന് ഓർമ്മ വന്നു. ടെൻഷനോടെ വീട് മുഴുവനും അന്വേഷിച്ചു. എവിടെയും കാണുന്നില്ല. നന്ദൻ പുറത്തേക്ക് ഇറങ്ങി. 2 വഴിയാണ് പടിക്കലുള്ളത്. ഒന്ന് തോട് കഴിഞ്ഞും മറ്റൊന്ന് പടിക്കൽ നിന്ന് ഇടതുഭാഗത്തേക്കും. നന്ദൻ വേഗം തോട് കഴിഞ്ഞുള്ള വഴിയൊക്കെ പോയി നോക്കി. ഇല്ല, തോട് കഴിഞ്ഞുള്ള വഴിയും 2 വഴിക്ക് പിരിയുന്നുണ്ട്. ഒന്ന് അമ്പലത്തിലേക്ക്, ഒന്ന് കവലയിലേക്കും. ആ വഴിയൊന്നും കാണാതായപ്പോൾ നന്ദൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. ഇടത് വഴിയിലേക്ക് പോയി. പഞ്ചായത്ത് കിണർ അവിടെയാണ്. കുടിക്കാൻ വെള്ളമെടുക്കുന്നതൊക്കെ അവിടെ നിന്നാണ്. അവിടെ പോയി നോക്കണമെന്ന് തോന്നിയെങ്കിലും നന്ദനൊരു ഭയം തോന്നി. കിണറിൻ്റെ അവിടെ രാവിലെ തന്നെ തിരക്കാണ്. നന്ദൻ നോക്കുമ്പോൾ ദേവു നിന്ന് വെള്ളം കോരുന്നുണ്ട്. മനസ്സിലൊരു ആശ്വാസം. അവളെക്കാളും വലിയ 2 കുടം നിറയെ വെള്ളം കോരി അവൾ കിതപ്പോടി മാറി നിന്നു. ഇതിൻ്റെയൊക്കെ വല്ലതും ആവശ്യമുണ്ടായിരുന്നു കൊച്ചേ? ആ ചെക്കന് ഇത്തിരി ഭ്രാന്തുണ്ടെങ്കിലും കാശുള്ളതല്ലേ? ഏതോ ഒരു പ്രായമായ ചേച്ചി പറഞ്ഞതും ദേവു അവരെ ഒന്ന് നോക്കി. കാശാണോ ചേച്ചി വലുത്? ഇത്രയ്ക്ക് കാശിനോട് ആക്രാന്തമാണെങ്കിൽ ചേച്ചിക്ക് കെട്ടാറുന്നില്ലേ? ആർത്തി പണ്ടാരം.
ദേവു ഒന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ട് കുടമെടുത്ത് എളിയിൽ വെച്ചു. ഇടുപ്പിൽ കുത്തി നിൽക്കുന്ന വേദന മറ്റേ കുടം കയ്യിലെടുക്കുമ്പോഴാണ് നന്ദനെ കണ്ടത്. നന്ദൻ ചുണ്ട് ഉള്ളിലേക്ക് പിടിച്ചു ചിരിച്ചു. ദേവു അവനെ കൂർപ്പിച്ചു നോക്കി. ദേവുവിന്റെ കയ്യിൽ നിന്ന് കുടം തുളുമ്പുന്നുണ്ടായിരുന്നു. രണ്ടടി വെച്ചതും അവൾക്ക് പറ്റാതായി. എന്നാലും പുറകിലും മുന്നിലും കാഴ്ചക്കാർ ഉള്ളതുകൊണ്ട് അവൾക്ക് വാശിയായി. നന്ദൻ വേഗം അടുത്തേക്ക് ചെന്നു കുടം വാങ്ങാൻ നോക്കി. വേണ്ട. ദേവു പിണക്കത്തോടെ മുഖം തിരിച്ചു. പറ്റണ പണിക്ക് പോയാൽ പോരെ. നന്ദൻ കുടം വാങ്ങി തോളിൽ വെച്ചു. മറ്റേ കുടം കയ്യിലും പിടിച്ച് വേഗം നടന്നു. ദേവു ഒന്ന് തിരിഞ്ഞു നോക്കി. പെണ്ണുങ്ങളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്നുണ്ട്. ദേവു കുറച്ച് ജാടയോടെ നടന്നു. കുടം സ്ലാബിൽ വെച്ച് നന്ദൻ അവളെ തന്നെ നോക്കി. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുകളിലെ സ്ലാബിൽ ചാക്കിൽ കെട്ടിവെച്ച പാത്രങ്ങളും കലങ്ങളുമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. എന്തിനാ ഇത്ര വെള്ളം? നന്ദൻ ചോദിച്ചു. കുടിക്കണ്ടേ? രണ്ടു കൊടു. നന്ദന്റെ കണ്ണു തള്ളി. ദേവു അതിന് മറുപടി പറയാതെ നന്ദനെ ഒന്ന് ഇരുത്തി നോക്കി മുറിയിലേക്ക് ചെന്നു. ആ എസ് ഐ വിളിച്ചിരുന്നു. മുറിയുടെ ഡോറിന്റെ അടുത്ത് നിന്ന് അത് പറയുമ്പോൾ ദേവു പഴയ അലമാരയുടെ കണ്ണാടിയിൽ നോക്കി തലയിലെ തോർത്ത് അഴിച്ചു കുടഞ്ഞു. അവൾക്ക് ചിരി വന്നു. അതാണ് നീതു ഇന്നലെ ശരിയാക്കാമെന്ന് പറഞ്ഞത്. ദേവു അവനെ മൈൻഡ് ചെയ്യാതെ അടുക്കളയിലേക്ക് നടന്നു. നന്ദൻ പുറകെയും. അതെ, കൊച്ചിൻ്റെ അച്ഛനെ സൂക്ഷിക്കാൻ പറഞ്ഞു. ദേവു അവനെ ഒന്ന് നോക്കി നെറ്റി ചുളിച്ചു. പിന്നെ ഇങ്ങനെ പറയാതെ എവിടെയും പോവരുത്. ഞാൻ പോയാൽ നിങ്ങൾക്ക് എന്താ? കാണാതായപ്പോൾ ഞാൻ കരുതി ആത്മഹത്യ ചെയ്തെന്നോ അതോ വീട്ടിലേക്ക് പോയെന്നോ. ദേവി ഉടുപ്പിൽ കൈകുത്തി നിന്നു. രണ്ടും. ആത്മഹത്യ ചെയ്താലും ഞാൻ വീട്ടിലേക്ക് പോവില്ല. നിങ്ങൾ അതും സ്വപ്നം കണ്ട് നടക്കേണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? ദേവു ഗൗരവത്തോടെ നിന്നു. കാശ് റെഡിയായിട്ടുണ്ട്. വേഷം മാറിക്കോ. നന്ദൻ അടുക്കള വഴി പുറകിലെ മുറ്റത്തേക്ക് ഇറങ്ങി. പഴയ കോഴിക്കൂടും ആട്ടിൻകൂടും ശൂന്യമായി കിടക്കുന്നുണ്ട്. അമ്മിക്കല്ലിന് മുകളിൽ വെച്ചിരുന്ന ബ്രഷിൽ പേസ്റ്റ് തേച്ച് അവൻ ബാത്റൂമിൽ കയറി. ദേവു ഡ്രസ്സൊക്കെ മാറി വന്ന് ഇരുന്നു. നന്ദനും കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി വന്നതും രണ്ടാളും ഒരു ഓട്ടോ വിളിച്ചിറങ്ങി. ഉപ്പ് തൊട്ട് കർപ്പൂരം മുതൽ ദേവു വാങ്ങി. ഓരോ കടയിലും കാശ് പോകുന്ന കണ്ട് നന്ദൻ ഉമിനീരിറക്കി. ഇത് തന്നെ സുനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനി എങ്ങനെ കൊടുക്കുവോ ആവോ. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അരിച്ചാക്ക് നന്ദന്റെ തലയിൽ വെച്ച് കൊടുത്ത് ദേവു ചിരിച്ചു. നന്ദൻ അവളെ കൂർപ്പിച്ചു നോക്കി. കടക്കാരൻ അത് കണ്ട് ചിരിയോടെ തലയാട്ടുന്നുണ്ട്. നന്ദൻ അയാളെ കലിപ്പോടെ നോക്കിയിട്ട് ദേവുവിനെ നോക്കി. തിരിഞ്ഞു നടന്ന ദേവു ഗ്ലാസ് ഡോറിൽ തലയിടിച്ച് നിന്നതും നന്ദൻ ഉറക്കെ ചിരിച്ചു. ദേവു ചുണ്ടുകൊട്ടി പുറത്തേക്ക് ഇറങ്ങി. ചിരിയോടെ നന്ദൻ പുറകെയും. ഇതെല്ലാം കണ്ട ദീപക്ക് അമ്മയുടെ കയ്യിൽ ക്യാഷ് കൊടുത്ത് അവരുടെ പുറകെ പുറത്തേക്ക് ഓടി. രണ്ടാളും ഒരു ഓട്ടോയിൽ കയറി പോകുമ്പോൾ ദീപക് ദേഷ്യത്തിൽ തൻ്റെ കാറിൽ ആഞ്ഞടിച്ചു. രാത്രി സുനി നീട്ടിയ മദ്യം വായിലേക്ക് കമ്മെത്തുമ്പോൾ എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് മുങ്ങി. ആക്കിയുള്ള ചിരിയും കൂകിവിളിയും കേട്ടില്ലെന്നടിച്ച് മുന്നോട്ട് നടന്നു. പാടത്ത് ഒറ്റയായുള്ള വീടാണ്. അടുത്ത് ഒരൊറ്റ വീട് പോലുമില്ല. അതിലൊരു പെൺകുട്ടിയും വേഗത്തിൽ നടന്നു. ബൈക്ക് വർക്ക്ഷോപ്പിലാണ്. നന്നാക്കാൻ 10,000 ആവുമെന്ന് പറഞ്ഞപ്പോൾ അതും വേണ്ടെന്ന് വച്ചിരിക്കുകയാണ്. കാലത്തി വെച്ച് നടക്കുമ്പോൾ ഫോണിൽ സമയം നോക്കി. 8 കഴിഞ്ഞു. നന്ദൻ വീട്ടിലെത്തി. ഭാഗ്യം വെളിച്ചമൊക്കെയുണ്ട്. ഉമ്മറത്തേക്ക് കയറിയപ്പോൾ തന്നെ ഹാളിൽ നിന്ന് ഏതോ തമിഴ് പാട്ട് കേൾക്കുന്നുണ്ട്. അതിനൊക്കെ നായിക മൂളുന്നുണ്ട്. മൂളില്ല, അമറുകയാണ്. നന്ദൻ ആശ്വാസത്തിൽ നെഞ്ചിലൊന്ന് കൈവച്ചു. കൊച്ചേ, ഉറക്കെയാണ് വിളിച്ചത്. അടുക്കളയിൽ നിന്ന് തലമാത്രം ഇട്ട് അവൾ എത്തി നോക്കി. ഇതെന്തിനാ ഇത്ര ശബ്ദം? ടിവിയുടെ റിമോട്ട് എടുത്ത് സൗണ്ട് കുറച്ചു. അവൻ ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് വരുമ്പോൾ പപ്പടം കാച്ചുകയാണ് ദേവു. അതുകൊണ്ട് അവനധികം ശ്രദ്ധ കൊടുത്തില്ല. നന്ദൻ അടുക്കള മൊത്തം നോക്കി. ഓരോ പാത്രവും ഭംഗിയോടെയും ചിട്ടയോടെയും കഴുകി കമിഴ്ത്തി വെച്ചിരിക്കുന്നു. കുക്കറിൽ ചോറാണെന്ന് തോന്നുന്നു. അടുത്തു തന്നെ മാങ്ങ ചമ്മന്തിയും അരച്ചു വെച്ചിട്ടുണ്ട്. കൂടെ കൊണ്ടാട്ടം മുളക് വറുത്തതും. നന്ദൻ ഒന്ന് ഉമിനീരിറക്കി. വാതിലിങ്ങനെ തുറന്നു മലർത്തിയിടണ്ട. അടച്ചിട്ടോളൂ. ഞാൻ വന്ന് വിളിച്ചാൽ തുറന്നാൽ മതി. നന്ദൻ അവളെ ഒന്ന് നോക്കി. നന്ദൻ മെല്ലെ ചെന്ന് സ്ലാബിൽ മൂടിവെച്ച കുടത്തിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. ഒരു കുടം വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. പൈപ്പ് വെള്ളമുണ്ട്. പിന്നെ എന്തിനാണാവോ ഇത്ര വെള്ളം? നന്ദേട്ടൻ കഞ്ഞി കുടിക്കില്ലേ? ദേവു പൊള്ളിച്ചു വെച്ച പപ്പടം ഒന്നെടുത്ത് കടിച്ചു. നന്ദൻ വായിലെ വെള്ളം ഇറക്കാതെ അങ്ങനെ തന്നെ നിന്നു. അവളുടെ മൃദുലമായ സ്വരത്തിൽ ആദ്യമായുള്ള വിളി. നന്ദനൊന്ന് മൂളാനേ കഴിഞ്ഞുള്ളൂ. അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഭംഗിയായ പുഞ്ചിരി ഉണ്ടായിരുന്നു. വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞ് മുറ്റത്ത് വെറുതെ നടക്കുമ്പോഴാണ് നാരായണന്റെ ഫോണിലേക്ക് കോൾ വന്നത്. ദീപക്കാണെന്നറിഞ്ഞതും അയാളുടെ മുഖത്ത് ഒരു വല്ലായ്മ. എന്നാലും അറ്റൻഡ് ചെയ്തു. ഹലോ അമ്മാവ, ദീപക് മധുരമായി വിളിച്ചു.
എന്തോ ആ വിളി ഒട്ടും യോജിക്കാത്ത പോലെ നാരായണൻ ഒന്ന് മൂളി. എനിക്ക് അമ്മാവനെ ഉടനെ കാണണം. നാളെ തന്നെ കാര്യം ഞാൻ നേരിട്ട് പറയാം. ദീപക് അതും പറഞ്ഞ് ഫോൺ വെച്ചു. നാരായണൻ തൻ്റെ വീർത്ത വയറിൽ തടവി പിന്നെയും നടത്തം തുടർന്നു.